ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. ഈ ഇംഗ്ലീഷിൽ സെഡ്, SAID, സെഡ് അല്ലെങ്കിൽ ടോൾഡ്, TOLD, ടോൾഡ്. സെഡ്, ടോൾഡ് മീൻസ് പറഞ്ഞു. സേ, ടെല്ലിൻ്റെ പാസ്റ്റ്, സേ പാസ്റ്റ് സെഡ്, ടെൽ അതിൻ്റെ പാസ്റ്റ് ടോൾഡ്. അപ്പോൾ സേഡ് ആൻഡ് ടോൾഡ്, പറഞ്ഞു. രണ്ടിൻ്റെ അർത്ഥം പറഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു, ചൊല്ലി എന്ന് പറയാറില്ലേ. പക്ഷേ ഇത് രണ്ടും ഒരു മീനിങ് ആണ് മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന സ്ഥലം വേറെ വേറെയാണ്. ഇത് രണ്ടും എവിടെ യൂസ് ചെയ്യും, ഏത് സ്ഥലത്താണ് സെഡ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ടോൾഡ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആകും. അതിനുള്ള വീഡിയോ ആണ് ഇന്ന് കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ മലയാളം ഇംഗ്ലീഷ് ജെയിംസ്. ആൻഡ് ഐ ആം ജെയിംസ് ആൻഡ് ഐ ആം യുവർ ജെയിംസ്. ബിക്കോസ് എല്ലാവരും ഒത്തിരി ലൈക്കും നല്ല കമൻസും തരുന്നുണ്ട്, നല്ല സപ്പോർട്ടാണ്. എനിക്ക് വളരെ ഹാപ്പിയാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. ന്യൂ കമേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എല്ലാവരും ആ ലൈക്ക് വന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് ഒത്തിരി എൻകറേജ്മെൻ്റ് ആണ് നിങ്ങളുടെ ലൈക്ക്. സോ പ്ലീസ് സപ്പോർട്ട് മീ മോർ ആൻഡ് മോർ. ഫോളോ മീ റെഗുലർലി. പ്രാക്ടീസ് ഇംഗ്ലീഷ്, talk in English. All of you will talk in English very soon. I like to see all of you talking in English. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാൻ ഒന്ന് അറിയണം, അതാണ് എൻ്റെ ഇഷ്ടം. ഐ വാണ്ട് ടു സീ, ഐ വാണ്ട് ടു ഹിയർ ദറ്റ് ഓൾ ഓഫ് യു ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. വെരി ഗുഡ്, താങ്ക് യു. വീഡിയോയിലേക്ക് പോട്ടോ. സെഡ്, ടോൾഡ്, ഇത് രണ്ടും എവിടെ യൂസ് ചെയ്യുന്ന നോക്കാം കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ് അവൻ പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ്. അവൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ്. He said today is Sunday. He said today is Sunday. ഇവിടെ സെഡ് യൂസ് ചെയ്യും. അവൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാണ്. He said today is Sunday. കാരണം എന്താ, അവൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ ആരോട് പറഞ്ഞു എന്ന ആളല്ല, പറയപ്പെട്ട ആൾ. പറഞ്ഞു അല്ല, പറയുന്നവനല്ല, അത് കേൾക്കുന്നവനില്ല അവിടെ. ആരോടാ പറഞ്ഞെന്ന കേൾക്കുന്നവനില്ല. സോ തേർഡ് പേഴ്സൺ ഇല്ല അവിടെ. അങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോൾ ഹി സെഡ് യൂസ് ചെയ്യും. ഹി സെഡ് ടുഡേ ഈസ് സൺഡേ. ഇന്ന് ഞായറാഴ്ച അവൻ പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ് അവൻ എന്നോട് പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇപ്പം ആരോടാ പറഞ്ഞേ? എന്നോട് പറഞ്ഞു. അപ്പോൾ കേൾക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ എന്നോട് എന്ന് പറയുമ്പോൾ ഞാനുണ്ട് അവിടെ. സോ അങ്ങനെയുള്ള സെൻറ്റൻസിനാണ് സെഡിന് പകരം ടോൾഡ് യൂസ് ചെയ്യും. ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. നേരത്തെ കണ്ടതോ ഹീ സെഡ് ടുഡേ ഈസ് സൺഡേ. ഇപ്പോൾ എന്നോട് പറയും, ഞാനൊരു തേർഡ് പാർട്ടി ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഒരാളോ ഹീ ടോൾഡ് മീ, അവിടെ സെഡ് വരില്ല. ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. ഹീ സെഡ് ടുഡേ ഈസ് സൺഡേ. ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. മനസ്സിലായോ? ഹീ സെഡ് ആരോട് പറഞ്ഞെന്നില്ല. അപ്പോൾ ഹീ സെഡ് ടുഡേ ഈസ് സൺഡേ. ഹീ ടോൾഡ് മീ ആരോട് പറഞ്ഞു? എന്നോട് പറയുമ്പോൾ ഞാനുണ്ട് അവിടെ. അപ്പോൾ ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. ആരോടെങ്കിലും പറയുമ്പോൾ അവിടെ കേൾക്കുന്ന ഒരാളുണ്ടെങ്കിൽ, തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ, അവിടെയാണ് ടോൾഡ് യൂസ് ചെയ്യുന്നത്. ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഹീ ടോൾഡ് മീ ടുഡേ ഈസ് സൺഡേ. ഹീ സെഡ് ടുഡേ ഈസ് സൺഡേ. ഇതാണ് ഡിഫറൻസ്. ഇതൊന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മതി, ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആയിക്കോളും. ഇതിൻ്റെ ഗ്രാമർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആലോചിക്കേണ്ട. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. പഠിക്കാത്തവർ പോലും, എഴുതാനും അറിയാനും പഠിക്കാത്തവർ പോലും, എഴുതാനും പഠിക്കാനും അറിയാത്തവർ പോലും ഇല്ലേ, എൻ്റെ പൊട്ട മലയാളമാണ്. എൻ്റെ ഈ പൊട്ട മലയാളം വെച്ച് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ബട്ട് എനിക്ക് മലയാളം ശരിക്കും അറിയില്ല. മലയാളിയാണെങ്കിലും വളർന്നൊക്കെ പുറത്തെ നാടുകളായാലും മലയാളം ശരിക്കും അറിയില്ല. സോ ബട്ട് ഈവൻ ദെൻ ഐ എം ട്രൈങ്. ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണ് മലയാളം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്നെ മലയാളത്തിൽ തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ഫർഗീവ് മീ. എനിക്ക് വേണ്ടി ഇംഗ്ലീഷ് മാത്രമാണ്. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, എൻ്റെ മലയാളം കൂട്ടാക്കണ്ട. ഇംഗ്ലീഷ് ഒന്ന് കേട്ട് പഠിക്കുക. ദാറ്റ്സ് ഓൾ. പറഞ്ഞ് പഠിക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമേ ഇല്ല. ജസ്റ്റ് ലാംഗ്വേജ്. You can talk in English. Follow my videos. രുചിയാണ് അവൾ പറഞ്ഞ ഭക്ഷണം രുചിയാണ്. She said food is tasty. She said food is tasty. അവൾ പറഞ്ഞ ഭക്ഷണം രുചിയായിരിക്കുന്നു. She said food is tasty. അവൾ എല്ലാവരോടും പറഞ്ഞു ഭക്ഷണം നന്നായിരിക്കുന്നു, ഭക്ഷണം രുചിയായിരിക്കുന്നു. അപ്പോൾ എന്ന് വരും, എല്ലാവരോടും പറഞ്ഞു. ആരോടെ പറഞ്ഞ്? എല്ലാവരോടും. കേൾക്കാൻ ആളുണ്ട്. ഷീ ടോൾഡ് എവ്രിബഡി ഫുഡ് ഈസ് ടേസ്റ്റി. ഷീ സെഡ് എവ്രിബഡി അല്ല, ഷീ ടോൾഡ് എവ്രി വൺ. നേരത്തെ ഷീ സെഡ് ഫുഡ് ഈസ് ടേസ്റ്റി, ഷീ ടോൾഡ് എവ്രി വൺ ഫുഡ് ഈസ് ടേസ്റ്റി. മനസ്സിലായോ?
ഷീ സെഡ് ഫുഡ് ഈസ് ടേസ്റ്റി. ഷീ ടോൾഡ് എവറി വൺ ഫുഡ് ഈസ് ടേസ്റ്റി. ഞാൻ പറഞ്ഞു നീ നല്ലവനാണ്. ഞാൻ പറഞ്ഞു നീ നല്ലവനാണ്. എങ്ങനെ? ഞാൻ പറഞ്ഞു നീ നല്ലവനാണ്. ഐ സെഡ് യു ആർ എ ഗുഡ് പേഴ്സൺ. ഞാൻ പറഞ്ഞു നീ നല്ല മനുഷ്യനാണ്. ഐ സെഡ് യു ആർ എ ഗുഡ് മാൻ. യു ആർ എ ഗുഡ് പേഴ്സൺ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ആരോടെ പറഞ്ഞേ? അതില്ലല്ലോ. ആരോടെ പറഞ്ഞ് ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് വരും? സെഡ് വരും. ഐ സെഡ് യു ആർ എ ഗുഡ് പേഴ്സൺ. ഇപ്പോൾ നീ നല്ലവനാണ് ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു നീ നല്ല മനുഷ്യനാണ്. ആരോടെ പറഞ്ഞേ? അവനോട്. അപ്പോൾ അവിടെ സെഡ് അല്ല. ഐ ടോൾഡ് ഹിം. ഐ ടോൾഡ് ഹിം യു ആർ എ ഗുഡ് മാൻ. ഐ ടോൾഡ് ഹിം യു ആർ എ ഗുഡ് മാൻ. ഇപ്പോൾ ഐ സെഡ് യു ആർ എ ഗുഡ് മാൻ. ഐ ടോൾഡ് ഹിം യു ആർ എ ഗുഡ് മാൻ. വ്യത്യാസം മനസ്സിലായോ? ആ സെഡിൻ്റെ അടുത്ത് ഹിം ഇല്ല. ടോൾഡ് വരുമ്പോൾ ഹിമ്മായി. ഐ സെഡ് യു ആർ എ ഗുഡ് മാൻ. ഐ ടോൾഡ് ഹിം യു ആർ എ ഗുഡ് മാൻ. അമ്മ പറഞ്ഞ് വന്ന് കഴിക്കുക. അമ്മ പറഞ്ഞ് വന്ന് കഴിക്കൂ. മോം സെഡ് കം ആൻഡ് ഈറ്റ്. മോം സെഡ് കം ആൻഡ് ഈറ്റ്. അവിടെ ആരോടാ പറഞ്ഞെന്നില്ലല്ലോ. ഇപ്പോൾ വന്ന് കഴിക്കാൻ അമ്മ എന്നോട് പറഞ്ഞു. വന്ന് കഴിക്കാൻ അമ്മ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ആരോടാ? എന്നോട് പറഞ്ഞു അമ്മ. അപ്പോൾ ഞാനുണ്ട് അവിടെ. മോം ടോൾഡ് മീ കം ആൻഡ് ഈറ്റ്. മോം ടോൾഡ് മീ കം ആൻഡ് ഈറ്റ്. ഉത്തരം എഴുതാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു. ആൻസർ എഴുതാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു. ടീച്ചർ സെഡ് ടു റൈറ്റ് ദി ആൻസർ. എഴുതാൻ വേണ്ടി ആരാ പറഞ്ഞേ? ടീച്ചറാ പറഞ്ഞത്. ടീച്ചർ എഴുതാൻ വേണ്ടി, ആൻസർ എഴുതാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു. ടീച്ചർ സെഡ് റൈറ്റ് ദി ആൻസർ. ടീച്ചർ സെഡ് ടു റൈറ്റ് ദി ആൻസർ. ടീച്ചർ സെഡ് ടു റൈറ്റ് ദി ആൻസർ. ഇപ്പോൾ വിദ്യാർത്ഥികളോട് ടീച്ചർ പറഞ്ഞു ആൻസർ എഴുതാൻ വേണ്ടി. ആൻസർ എഴുതുക എന്ന് ആൻസർ എഴുതാൻ വേണ്ടി വിദ്യാർത്ഥികളോട് ടീച്ചർ പറഞ്ഞു. ആരോടെ പറഞ്ഞ്? ആരോടെ പറഞ്ഞ്? വിദ്യാർത്ഥികളോട്. ടീച്ചർ ടോൾഡ് ദി സ്റ്റുഡൻസ് ടു റൈറ്റ് ദി ആൻസർ. ടീച്ചർ ടോൾഡ് ദി സ്റ്റുഡൻസ് ടു റൈറ്റ് ദി ആൻസർ. എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ടു ചേർക്കാണ്. ടു അല്ലേ? ടീച്ചർ ടോൾഡ് ദി സ്റ്റുഡൻസ് ടു റൈറ്റ് ദി ആൻസർ. ടീച്ചർ സെഡ് ടു റൈറ്റ് ദി ആൻസർ. ആരോടെ പറഞ്ഞെന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ടീച്ചർ സെഡ് ടു റൈറ്റ് ദി ആൻസർ. എഴുതാൻ വേണ്ടി പറഞ്ഞു. വിദ്യാർത്ഥികളോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ടീച്ചർ ടോൾഡ് ദി സ്റ്റുഡൻസ് ടു റൈറ്റ് ദി ആൻസർ. നന്നായി പഠിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു. നന്നായി പഠിക്കുക എന്ന് അച്ഛൻ പറഞ്ഞു. ഡാഡ് സെഡ് സ്റ്റഡി വെൽ. നന്നായി പഠിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഡാഡ് സെഡ് ടു സ്റ്റഡി വെൽ. ഡാഡ് സെഡ് ടു സ്റ്റഡി വെൽ. നന്നായി പഠിക്കണം, നന്നായി പഠിക്കാൻ വേണ്ടി എന്നോട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു നന്നായി പഠിക്കാൻ വേണ്ടി. അപ്പോൾ ഡാഡ് ടോൾഡ് മീ ടു സ്റ്റഡി വെൽ. പഠിക്കാൻ വേണ്ടി ടു സ്റ്റഡി വെൽ. അവിടെ ടു യൂസ് ചെയ്യണം. ഡാഡ് ടോൾഡ് മീ ടു സ്റ്റഡി വെൽ. ഡാഡ് സെഡ് ടു സ്റ്റഡി വെൽ. ഡാഡ് സെഡ് ടു സ്റ്റഡി വെൽ. നന്നായി പഠിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു. എന്നോട് നന്നായി പഠിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു. ഡാഡ് ടോൾഡ് മീ ടു സ്റ്റഡി വെൽ. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ പറഞ്ഞു. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ പറഞ്ഞു ഇതാണ് ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ സെഡ് ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ സെഡ് ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഇതാണ് ബസ് സ്റ്റോപ്പ് എന്ന്, ഇതാണ് ബസ് സ്റ്റോപ്പ് ഡ്രൈവർ പാസഞ്ചറോട് പറഞ്ഞു. ആരോടെ പറഞ്ഞ്? ഡ്രൈവർ ടോൾഡ് ദി പാസഞ്ചർ ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ ടോൾഡ് ദി പാസഞ്ചർ ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ സെഡ് ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഡ്രൈവർ ടോൾഡ് ദി പാസഞ്ചർ ദിസ് ഈസ് ദി ബസ് സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. സെയ്ഡും ടോൾഡും മീനിങ് ഒന്നാണ്. പറഞ്ഞു, പറയൂ, സേ, ടെൽ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് സെഡ്, ടോൾഡ്, പറഞ്ഞു. ബട്ട് അത് യൂസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. എവിടെയാണ് സെഡ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് ടോൾഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും സെൻറ്റൻസ് എക്സാമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി. ഇതുപോലെ തന്നെ ഓരോ ദിവസവും ഒരു സെൻറ്റൻസ് എല്ലാ കാണുന്ന ഒരാളുടെ അടുത്തെങ്കിലും ഒരു ദിവസം ഒരു സെൻറ്റൻസ് ഒരാളുടെ അടുത്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അറിയാണ്ട് വായിൽ ഇംഗ്ലീഷിൽ വരും. ബാക്കിയുള്ളവർ നോക്കി അങ്ങനെ സ്തംഭിച്ച് നിൽക്കണം. നിങ്ങളെ കാണുമ്പോൾ അത്ഭുതമായി നോക്കണം. എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചു? ഈ പെണ്ണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചേ? മലയാളം മീഡിയം പഠിച്ച പെണ്ണാണല്ലോ, പക്ഷേ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു? ഇതുപോലെ അടിപൊളി ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കുന്നു? അങ്ങനെ അത്ഭുതത്തോടെ നോക്കണം. കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും 6 മാസം, 8 മാസം, 10 മാസം, 1 വർഷമായിക്കോട്ടെ, ഇംഗ്ലീഷ് നിങ്ങളുടെ വായിരിക്കുന്ന വെള്ളം പോലെ ഫ്ലൂയൻ്റ്ലി യു വിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഇതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കാണാം നമ്മൾ. ബൈ ബൈ ഫ്രം യുവർ ജെയിംസ്. ഗോഡ് ബ്ലെസ് യു ആൾ.